കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വരുത്തുപോക്ക്. ഇതിനെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഈ ഒരു കൊടും കാടിനുള്ളിൽ വന്നത്. എന്നാൽ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു സംഭവം ഞങ്ങളെ വല്ലാണ്ട് ഭയപ്പെടുത്തി. ഇതുണ്ടോ കുങ്കുമം? അത് ഇതിന് കണ്ടിട്ട് ഒരുമാതിരി ദൈവത്തിൻ്റെ അണ്ണാ വല്ലതൊക്കെ ചെയ്ത് വെച്ചേക്ക്. നോക്കി പോടാ. ഹായ് ഗൈസ്, നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന സ്ഥലമാണിത്, ലൊക്കേഷനാണിത്. നമ്മളിപ്പം അകത്തോട്ട് ഞാൻ പോയിട്ട് ജസ്റ്റ് കാണിക്കാം. പകൽ നൈറ്റാണ് ഷൂട്ട് ചെയ്യത്തുള്ളൂ. എന്താണ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് രാത്രിയിലത്തെ ഷൂട്ടിൽ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അറിഞ്ഞു പിടിച്ച ആ ഒരു ഡിസ്റ്റൻസ് വേണ്ടി നമ്മളെ കട്ട് കിട്ടത്തുള്ളൂ. ഫ്രെയിം എന്താണ് ഈ ഷൂട്ടെന്നും എന്താണ് കാര്യങ്ങളെന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നൈറ്റത്തെ ഷൂട്ടിൽ പറയാം. ഇപ്പോൾ ഇത് വന്നിട്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഭയങ്കര ഒരു ഫോറസ്റ്റാണിത്. കുറച്ച് ദൂരം അകത്തോട്ട് പോയിട്ട് കാണിക്കാം ഈ ഒരു ലൊക്കേഷൻ ഡേ ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഡെപ്ത് മനസ്സിലാവും ഈ ഒരു ലൊക്കേഷൻ്റെ. അതാണ് സംഭവം. നോക്കുക, കൊതുക് ഇവിടെ ഭയങ്കര കാട് ഇതാണ് ഒരുമാതിരി ചൊറിയുന്നുണ്ട്. ഈ കാട്ടിലെ കൊതുകായതുകൊണ്ട് പാമ്പൊക്കെ കാണുന്നു. കൊച്ചിന് അടുത്ത് വന്നതാ. അപ്പോൾ ഫ്രെയിം കിട്ടുന്നില്ല. നീ നോക്കണം. ഭയങ്കര ഒരു തിക്ക് ഫോറസ്റ്റാണത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ഒരു ജീവിതമൊക്കെ സൗണ്ട് കിളിയാൻ തോന്നും. ഇവിടെ വന്നിട്ട് ഓരോ കൊതുകും അല്ല, എൻ്റെ കൈ ചുമന്നിരിക്കുന്നുണ്ട്, അത് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ഓരോ കൊതുകും മറ്റേ വണ്ടി അത്ര സൈസ് ഉണ്ട് കേട്ടോ ഓരോ കൊതുകിനും. അടിച്ചു കഴിഞ്ഞാൽ അമ്മാതിരി ചൊറിച്ചിലും വേദനയാണ്. അതുപോലത്തെ തിക്ക് ഫോറസ്റ്റാണ് ഇവിടെ. സോ ഈ ഒരു സംഭവത്തെ ഇവിടെ വന്നിട്ട് എന്താണെന്നുള്ളത് ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. കുറച്ച് കൂടെ അകത്തോട്ട് പോയിട്ട് നിങ്ങൾ ഈ കാടിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യും. ഡേ ടൈമിൽ നമുക്ക് ബാക്കി നൈറ്റ് ടൈം കാണാം. ഇത് ഇപ്പോഴേ ഇങ്ങനെ ആണെങ്കിലേ രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇത് മാറും. ഇവിടുത്തെ ഭയങ്കര സാധിക്കും കേട്ടോ. ഇപ്പോഴേ ഇങ്ങനെ ആണെന്ന് ആലോചിച്ച് നോക്കി. എന്നാ ഇവിടെ അടുത്തൊന്നും ആരും ഇല്ല അണ്ണാ. ഇത് കാണുമ്പോൾ അറിയില്ല എത്ര ഫോറസ്റ്റ്. ഒറ്റ വീടില്ല അടുത്തത്. ഫോറസ്റ്റ് ആണണ്ണാ, ഫോറസ്റ്റ് വീടില്ല. വിറകടിക്കാൻ പോലും ആൾക്കാർ വരത്തില്ല. ഉള്ളോട്ട് പോകുന്നവർ ഒരുമാതിരി ഭയങ്കര സൈലന്റ് ആവുന്നു. ഒരുമാതിരി ഇല്ലാത്ത ഫീല്. അകത്തോട്ട് പോകുമ്പോ ഇനി വല്ലതൊക്കെ വന്ന് ചാടി കഴിഞ്ഞാൽ പാമ്പ് ശരിക്കും അങ്ങോട്ടേക്ക് മൊത്തം എന്നാലും എത്ര കാണുമായിരിക്കും മൊത്തത്തിൽ? ഇവിടെ മൊത്തം എത്ര കാണുമായിരിക്കും? എന്ത് ഏക്കറോ? ഏക്കറോ? ഇത് ഭയങ്കര ഫോറസ്റ്റ് ആണ്. എത്ര ഏക്കറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിങ് അല്ലോ വീഡിയോ. റെക്കോർഡിങ് അല്ലോ. ഓക്കെ. ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഒരുമാതിരി ഇത് മെയിൻ ക്യാമറ അല്ല, ഞാൻ വേറൊരു ക്യാമറയല്ല ഷൂട്ട് ചെയ്യുന്നത്. ഈ ക്യാമറയുടെ പ്രത്യേകത ഞാൻ നൈറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഉണ്ടല്ലേ എന്തുകൂടത്? എന്തോ ഓടി വരുന്ന പോലെ. ഇവിടെ കിളികളൊക്കെ ഒരുമാതിരി സൗണ്ട്. ഓടി നോക്കി പോടാ. വെൽക്കം ടു ഡെയറിങ് സൂര്യ. സോ ഗൈസ്, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ വളരെ വർഷങ്ങളായിട്ട്, കൊല്ലങ്ങളായിട്ട് തന്നെ, നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ വരുത്തുപോക്ക് എന്ന് പറയുന്ന സംഭവം. അത് സംഭവം ശരിക്കും ഉള്ളതാണോ അതോ അതിലെന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും സംതിങ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്
ഇന്ന് നമ്മൾ അന്വേഷിച്ച് അറിയാൻ പോവുകയാണ്. അതിന് ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റും പ്ലസ് വെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷന്. നിങ്ങൾ ഡേ ടൈം ഫുട്ടേജ് കണ്ടു കാണും. ആക്ച്വലി ഞങ്ങൾ ഓടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുട്ടേജ് കട്ട് ചെയ്ത് റെക്കോർഡിങ് കട്ട് ചെയ്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ലായിരുന്നു, കാട്ടുപോത്തായിരുന്നു. കാട്ടുപോത്ത് ഞങ്ങൾ റോഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ റോഡിൽ സംസാരിക്കുന്നത് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കാട്ടുപോത്ത് വന്നിട്ട് ഇതൊരു ഇങ്ങനെ പാസ്സായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. സോ കാട്ടുപോത്തിൻ്റെ സൗണ്ടാണ് ആ ഓടി വരുന്ന സൗണ്ട് ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ അത് കേട്ടാണ് ഓടിയത് തന്നെ. സോ ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ് ഈ ഒരു കാട്. ഇവിടെ കാട്ടുപന്നി കാട്ടുപോത്ത് പല ഐറ്റങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്ത്. എത്രയും വേഗം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകണം. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പലരും ഈ പറയുന്ന വരുത്തുപോക്ക് എന്ന് പറയുന്ന സംഭവത്തെ കണ്ടിട്ടുണ്ട്. അത് വരുത്തുപോക്ക് തന്നെ ആണോ അല്ലയോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട് നന്നായി. അത് കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ വന്നിട്ട് ഇവിടെ വന്ന ടൈമിൽ ഇതേപോലെ കണ്ടായിരുന്നു. ഇവിടെ തന്നെ അത് ഏകദേശം ഒരു 3-4 മാസമായിരുന്നു. 2 മാസത്തോളം അടുപ്പിച്ച ഏകദേശം 2 മാസത്തിന് മുന്നേ ഡ്രാഗനാണ് ക്യാമറ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രാഗൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു തീ സംതിങ് എന്തോ ഒരു സംഭവത്തെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പല വർഷങ്ങളായിട്ട് പല ഇടവേള ഗ്യാപ്പിട്ട് അല്ലെങ്കിൽ പല മാസങ്ങളായിട്ട് വന്നിട്ട് ഇവിടെ പലരും പല സംഭവത്തെ കണ്ടിട്ടുണ്ട്. നിശ്ചിത ഗ്യാപ്പ് ഇടവേള അങ്ങനെ ഒന്നുമല്ല. നമ്മൾ പറയുന്നില്ല ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് കാണുന്നു നടക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സംഭവമാണ്. ഇന്നത്തെ ദിവസം ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ അങ്ങേ എൻഡിൽ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ അങ്ങേ എൻഡിൽ വന്നിട്ട് ചെറിയൊരു ക്ഷേത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ദേവിയും വന്നിട്ട് ചേച്ചിയും അനിയത്തിയാണ്. ഈ 2 ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ച ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസമാണ് ഈ ഒരു ദിവസം. അതാണ് ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് വന്ന് 23-ാം തീയതിയാണ്, തിങ്കളാഴ്ച. 23 തിങ്കളാഴ്ച ഇന്നാണ് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ്. സോ ഈ ഒരു ചേച്ചിയും അനിയത്തിയും അവർ തമ്മിൽ വന്നിട്ട് കാണുന്ന അല്ലെങ്കിൽ അത് ആ ഒരു സംഭവമാണ് ഇവിടെ വരുത്തുപോക്കായിട്ട് വന്നിട്ട് ഇവിടെ പലരും കണ്ടിട്ടുള്ളതായിട്ട് പറയുന്നത്. ദൈവത്തിന് വന്നിട്ട് പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്ത ദിവസമാണ് ഇന്നോട്ട് 4 ദിവസത്തേക്കാണ് ഈ പറയുന്ന ഈ ഒരു മനസ്സിൽ വന്നിട്ട് ഭയങ്കര ആക്രോശമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ ടൈമിൽ ഇപ്പോൾ അങ്ങനെ ആരും ഇങ്ങോട്ട് വരത്തില്ല. മെയിനായിട്ട് ഞങ്ങളെ ഫുള്ള് കാണിച്ചു തരാം. പക്ക പിൻ ഡ്രോപ്പ് സ്റ്റൈലാണ്, ഹെവി കാടുമാണ്, ഭയങ്കര കാടാണ്. കൂടാതെ മഴയും കൂടെ പെയ്യുന്നുണ്ട്. ഹൈ റിസ്ക്കാണ്. പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോകണം. ട്രാവലും കൂടി സംസാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തോടാ. കുറച്ച് ഷൂട്ടിൽ വന്നിട്ട് ഡ്രാഗൻ ആക്ച്വലി ഇല്ലായിരുന്നു. നമ്മൾ ലാസ്റ്റ് വന്നിട്ട് ഒരു ഷൂട്ടുണ്ടായിരുന്നു, ഒരു ബിൽഡിങ്ങിൽ പോയിട്ട്, എറണാകുളത്ത് ഒരു ബിൽഡിങ്ങിൽ പോയിട്ട്. അതാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഡ്രാഗൻ വന്നിരിക്കുന്നത്. നജീബിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു നജീബിന്. അന്നല്ല, അതിന് മുന്നേ ഒരു ഷൂട്ടുണ്ടായിരുന്നു, ഒരു ഈവിൽ ഗ്രാൻഡ് ഒരു വീഡിയോയിൽ വന്നിട്ട് തലയൊക്കെ പൊട്ടിയിട്ട്. അതിൽ പിന്നെ വന്നിട്ട് നജീബും വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല. നജീബ് റിക്കവർ ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ കമ്മിങ് സൂൺ. ഓക്കെ, പിന്നെ പറ, പെട്ടെന്ന് പറയട്ടെ. പറയാനൊന്നുമില്ലെന്നോ? നീ എന്തൊക്കെ പറയുന്നത് കിട്ടും വരുമ്പോ കഥകളൊക്കെ. അതായത് ഗോസ്റ്റ് ആണെങ്കിൽ നമുക്ക് പേടിക്കാതെ കയറി പോകും, പക്ഷെ ഇത് അങ്ങനെ അല്ല. ഓക്കെ, എന്തായാലും വന്നിട്ട് എനർജി ആണോ എന്ന് ചോദിച്ചാൽ ദൈവമാണ്, നമ്മളെ ഉപദ്രവിക്കത്തില്ല എന്ന് നമുക്ക് കരുതാം. അതേപോലെ നമ്മൾ അതിനെ പോയിട്ട് അനുഭവമുള്ളവർ പറഞ്ഞിട്ടുണ്ടോ, വരുത്തുപോക്ക് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ശക്തിയാണ്. എടാ, ഇത് വന്നിട്ട് പല ഗ്രാമങ്ങളിലും വന്നിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വന്നിട്ട് സംസാരിക്കുന്ന സംഭവമാണ് ഈ ഒരു വരുത്തുപോക്ക് എന്ന് പറയുന്നത്. ഇത് റിയലായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും അതൊരു പ്രത്യേക ഒരു ദൈവിക ശക്തിയുള്ള സാധനമായിട്ട് ആത്മാക്കൾ പോലെ അല്ല നമുക്കത് ഫീൽ ചെയ്യണം. ഓക്കെ, എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് വന്നിട്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഭസ്മം പോലെ. അത് നെറ്റിൽ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദൈവത്തിൻ്റെ സംഭവം ആയതുകൊണ്ട് തന്നെ ഗൈസ് വന്നിട്ട് ഇതൊരു ദൈവത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളൊരു ഗോസ്റ്റ്, ഞങ്ങൾ പല നെഗറ്റീവ് എനർജികൾ കണ്ടിട്ടുണ്ട്. ഇതൊരു ദൈവം സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് പ്രോപ്പർ റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് യാതൊരു മതത്തിനെയും വിശ്വാസത്തെയും ഞങ്ങൾ തകർക്കാനോ അതിനെ വന്നിട്ട് ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ദിവസം. കാരണം നാട്ടുകാർ തന്നെ ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ പോലും ഇങ്ങോട്ട് വരാൻ പേടിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ എന്തെങ്കിലും സംതിങ് ഒരു സംഭവം കാണുമല്ലോ, എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണത്തില്ലേ. അതാണ് ഞങ്ങൾ ഇന്ന് റിസ്ക് എടുത്ത് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ദൈവമേ, എന്നാ ഡ്രാഗൺ ഞാൻ വയ്ക്കാം. നമുക്ക് വെറൈറ്റി ആയിട്ട് വയ്ക്കണം. കാണിക്കാതെ നെറ്റ് അങ്ങോട്ട്.
ഓക്കെ സ്റ്റാർട്ട്. ഇവനെ കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി ഭക്തി മയത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ഓക്കെ, എന്നെ മാത്രം ഒന്നും ചെയ്യില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കി കേട്ടോ, കൺഫേം ആയിട്ട് ഇവിടെ ഏഴ് ജന്തുക്കൾ കൺഫേം ആയിട്ട് കാണും. നോക്കി പറഞ്ഞേ കേട്ടോ ഗൈസ്. ഞങ്ങളിവിടെ ഡേ ടൈം വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇവിടുത്തെ വന്നിട്ട് ആ ഒരു കാടിൻ്റെ ഇത്, ആ ഡെൻസിറ്റി. ഇപ്പോൾ നൈറ്റ് ടൈമാണ്, നിങ്ങൾ തന്നെ അത് ഫീൽ ചെയ്ത് നോക്ക്. അമ്മാതിരി ഫോറസ്റ്റാണിത്, ചുറ്റും കാടാണ്. മഴ ഇവിടെ പെയ്ത് കിടക്കുന്നുണ്ടേ മൊത്തത്തിൽ ഒരുമാതിരി തെന്നി മരങ്ങളൊക്കെ വീണ് കിടക്കുക ഇവിടെ. ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് കുറച്ച് സൗണ്ടിൽ പറയണേ, നിൻ്റെ സൗണ്ടേക്കാളും ചീവിയുടെ സൗണ്ട് ഓട്ടേക്ക് എന്തോ ചേട്ടാ. അല്ല, ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഈ നിശബ്ദതയാണ്. ആ അതാ, ഈ സൈലൻസ് ഒരുമാതിരി ചീവിയുടെ സൗണ്ട് ഉണ്ട്, ബട്ട് അത് തന്നെ നമുക്ക് ഒരുമാതിരി ഫീൽ ആവുന്നുണ്ട്. ചീവിടാണോ കൂകുന്ന സൗണ്ട്? ഉണ്ടല്ലേ കേട്ടോ, കല്ല കുറുക്കാണല്ലോടാ, കൂകുന്ന സൗണ്ട് കേട്ടെ. കുറുക്കാൻ ഓരിടുന്നത് ഇതോ? ആ കൂ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. വന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഉണ്ട്, നടക്കില്ല കേട്ടോ ഒരു സൗണ്ട്. പക്ഷെ നല്ല ദൂരെ സൗണ്ട് കേൾക്കുന്നേ. എന്നാലും ഒരുമാതിരി വലിയ റൈസ് ആവുന്നുണ്ട്. അതിലോട്ട് പോയി നോക്കാം. ദൂരേന്ന് വന്നിട്ട് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തോ ഒരു കൂവുന്ന സൗണ്ടോ ഓളി ഇടുന്ന സൗണ്ടോ അങ്ങനത്തെ സംതിങ് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം വന്നിട്ട് ഒരു സൈലൻ്റ് ആയിട്ട് നിൽക്കാം. നിങ്ങൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് ഫീൽ ചെയ്യും. നടക്കല്ലേ, അങ്ങോട്ട് തന്നെ നോക്ക്, ഒന്നും കാണത്തില്ല അങ്ങോട്ട്. നിൽക്കടാ സൈലൻ്റ് ആയിട്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ നിങ്ങൾക്ക് കറക്റ്റ് ആ ഫീൽ ഇപ്പോൾ കിട്ടി കാണുമായിരിക്കും. നോക്കിയോ കേട്ടോ. അതെ, പ്രേതമാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് പോവാം. ദൈവമാണെങ്കിൽ ആരുടെ അടുത്ത് പോവാം? എന്തോടാ? പ്രേതമാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് പോവാം. ദൈവമാണെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് പോവാം? ദൈവം നമ്മളൊന്നും ചെയ്യത്തെന്ന് വിചാരിക്കാം. പറഞ്ഞു കേട്ടിടത്തോളം ഒരു ഭയമുണ്ട്. കുറച്ച് സൗണ്ട് പറ, തൊണ്ടയ്ക്ക് കുത്തും ഞാൻ. പറഞ്ഞു കേട്ടിടത്തോളം എനിക്ക് ഇത്തിരി പേടിയുണ്ട്. പേടിക്കണ്ടെന്ന് പറയത്തില്ല, കാരണം പേടി എനിക്കും ഉണ്ട്. വരത്ത് നോക്കുന്ന ഈ പറഞ്ഞപ്പോഴേ എനിക്കൊരു ഉള്ളിൽ ഒരുമാതിരിയുള്ളൊരു ഫീലിംഗ് ആണ്. വാടാ, അതാ നെറ്റ് തേണ്ട വെച്ചിട്ടില്ലേ, വാ കമാൺ. എല്ലാം ദൈവങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ട്. വാ പൂച്ചി. ഫ്രണ്ടിലെല്ലാം കാണത്തുണ്ട്. ഒന്ന് അകത്തോട്ട് പോകുന്നതോറും ഒരുമാതിരി വല്ലാണ്ട് എൻ്റെ അമ്പോ ചിറഞ്ചോല സഡൻ ബ്രേക്കേഷൻ കിട്ടില്ലേ, എന്തോ വലുതറുത്. എന്തോട് നമ്മളവിടെ കയറ്റി വിടാത്ത പോലെ കാണാൻ പറ്റുന്ന ചെലഞ്ചോല ഇങ്ങനെ മൊത്തത്തിൽ മറച്ചു വെച്ചേക്കാം. ഈ വഴി ഫുള്ള് കുഞ്ഞു വാടാ, അങ്ങനെ ജസ്റ്റ് ചെയ്യണ്ട. അവിടെ ഇതല്ല മറ്റേ ആ വഴി, മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ വഴി അല്ലേ ഇവിടെ? ഈ മരത്തിൽ അവിടെ നിന്ന് കയറി പോകുന്നല്ലോ പറഞ്ഞു. ഇവിടെ അല്ലടാ, മറ്റേ അമ്പലത്തോട്ട് പോകുന്ന വഴിയില്ലേ? അതായത് ഇവിടെ ഒരു അമ്പലമുണ്ട്, മുകളിൽ വേറൊരെണ്ണമുണ്ട്. ആ രണ്ടിനുള്ള ഗ്യാപ്പാണ് ഈ ഒരു ഏരിയ. അല്ല, ആ പുള്ളിക്കാരൻ പറഞ്ഞ വഴി ഇതല്ലേ? അതേ ഏരിയ, അതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്റ്റൻസ് ഗ്യാപ്പ് കിട്ടോ, നല്ല ക്യാമറ കിട്ടത്തുള്ളൂ. എൻ്റെ അമ്പി മരം കണ്ട. അത് അതിന് ഇളകി വീണതാണ്.
ഒടിഞ്ഞാടാ. അല്ലല്ല, ഇത് വേറെന്തോ മരം കേട്ടോ, ഇത് ഒടിഞ്ഞതാ. ഇതുണ്ടോ ആ കാട്? ഇവിടെ എന്തെങ്കിലും പതിഞ്ഞിരുന്നു പെട്ടെന്ന് അതാ ഈ കാട്ട് വന്നേക്കെ വിഷയമാണ്. നമ്മൾ എങ്ങോട്ടേക്ക് ഓടി വന്നാ? ഓടാനോ? നിന്ന് കുത്തു മേടിക്കുക, വീട്ടിൽ പോവുക. അല്ല എനിക്കപ്പോൾ ഞാനിവിടെ ഞാൻ വിളിച്ച് പറയാം. പാമ്പോ? അല്ല കമ്പ ഓടാ ഇരുന്നിട്ട് നോക്കി കേട്ടോ. ശരി, അതും നല്ലതാ. നോക്കി വാ. ഇതെന്താണ്? എന്ത് തേങ്ങ എങ്ങനെ ചോരയൊക്കെ വെച്ച് എന്തുകൂടത്? ചോര എന്താ മാറിക്ക്? എന്താണ് അവിടെ സൗണ്ട് കിട്ടെ? എന്ത് സൗണ്ട്? ബാക്ക് ഇതെന്തുകൂടത്? ചോരാണോ തേങ്ങക്കകത്ത്? ചോരയല്ലടത്, കുങ്കുമമുണ്ട്. എന്താണ് 3 കല്ലൊക്കെ ഇരിക്കുന്നത്? നോക്കിയ കാടാ, പാമ്പ് കാണും, മഴ കിടക്കും. ഇതുണ്ട് കുങ്കുമം. ഇതിന് കണ്ടിട്ട് ഒരുമാതിരി ദൈവത്തിൻ്റെ